ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കുറേ നാളായിട്ട് വ്ളോഗൊന്നും എടുക്കാതിരുന്നിട്ട് ഇന്ന് പെട്ടെന്ന് ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഇറ്റ്സ് വെരി വെരി സ്പെഷ്യൽ. ഞങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഞങ്ങൾ വർക്കല ഒരു ഡേ ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിരിക്കും നിങ്ങളിന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അങ്ങനെ ടോണിയോടൊക്കെ യാത്ര പറഞ്ഞതിന് ശേഷം ഞാനങ്ങനെ പോവുകയാണ്. അച്ഛൻ എന്നെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു ജംഗ്ഷൻ വരെ. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ ഓട്ടോയിൽ ഞാൻ ജംഗ്ഷനിൽ പോയി. അവിടെ നിന്ന് ബസ്സെടുത്ത് തമ്പാനൂർ ഇറങ്ങി. അപ്പോൾ ഞാനാണ് ആദ്യം തമ്പാനൂർ എത്തിയത്. ഞാൻ തമ്പാനൂർ വെയിറ്റ് ചെയ്ത് എൻ്റെ തൊട്ട് പുറകെ ആക്ച്വലി ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് വരണം എന്നുള്ള പ്ലാനായിരുന്നു. പക്ഷേ ബസ് ജസ്റ്റ് മിസ്സായി. അപ്പോൾ അങ്ങനെ ഞാൻ ഫസ്റ്റ് എത്തി. അതിൻ്റെ തൊട്ട് പുറകെ റാണി, കുട്ടു അവർ രണ്ടുപേരും എത്തി. പിന്നെ ദേവു കഴക്കൂട്ടത്ത് നിന്ന് കയറുക. അപ്പം ഞങ്ങൾ ഇവിടുന്ന് പാസഞ്ചർ ട്രെയിൻ എടുക്കാനാണ് പ്ലാന്. അങ്ങനെ ഞങ്ങൾ പാസഞ്ചർ ട്രെയിൻ എടുത്തു. ഞങ്ങൾ ഒരുപാട് എക്സ്പെൻസീവ് ആയിരിക്കും പാസഞ്ചർ ട്രെയിൻ എന്നുള്ള വിചാരിച്ചത്. പക്ഷേ 10 രൂപയുള്ളൂ ഒരാൾക്ക് വർക്കല വരെ പോകാനായിട്ട്. പിന്നെ ഞങ്ങൾ രാവിലെ വന്നതുകൊണ്ട് നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് തന്നെ ഫുഡ് വാങ്ങി കഴിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ പാസഞ്ചർ ട്രെയിൻ വന്നു. അങ്ങനെ ഞങ്ങൾ സീറ്റ് കിട്ടുമെന്നുള്ളതായിരുന്നു പിന്നെ അടുത്തുള്ള ടെൻഷൻ. പക്ഷേ നമുക്ക് ഭാഗ്യമുള്ളത് കാരണം ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. എന്നിട്ട് കഴക്കൂട്ടം എത്തിയപ്പോഴത്തേക്കും ദേവു കയറി. അപ്പം ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ യാത്ര നമ്മൾ അടിച്ച് പൊളിച്ച് ഞങ്ങൾ വർക്കലയ്ക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ വർക്കല ശിവഗിരി എത്തി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ആദ്യം വിചാരിച്ചു ഊബർ എടുക്കാം പോകാനായിട്ട്. ഞങ്ങളൊരു റിസോർട്ട് 1 ഡേക്കായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഭയങ്കര വെയിലായത് കാരണം എന്തായാലും ബീച്ചൊന്ന് ഇറങ്ങി നടക്കാനും എക്സ്പ്ലോർ ചെയ്യാനും ഉള്ള താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങളൊരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എങ്ങനെ പോകും, ആദ്യം ഊബർ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ പ്ലാൻ മാറ്റിയിട്ട് അടുത്ത് തന്നെ ബസ് സ്റ്റോപ്പ്, നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ നിന്ന് ഞങ്ങൾക്ക് വർക്കല ബീച്ചിലേക്ക് ബസ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ബസ്സിലിറങ്ങി. അപ്പോൾ അവിടെ കണ്ട ക്ഷേത്രമാണ് കേട്ടോ. ഞങ്ങൾ പിന്നെ ക്ഷേത്രത്തിലൊന്നും പോയില്ല. ഞങ്ങൾ അവിടെ ഇറങ്ങി നടക്കാവുന്ന ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ ബീച്ചിലോട്ട്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ എത്ര വർഷമായിട്ട് ആക്ച്വലി കുറേ വർഷത്തെ പ്ലാനിങ്ങിന് ശേഷം ഫൈനലി എക്സിക്യൂട്ട് ചെയ്ത് നമ്മൾ സാക്ഷാത്കരിക്കുകയാണ്. ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് നേരം ബീച്ചിൽ അവിടെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരാൾ ഫോട്ടോ ഇങ്ങനെ എടുക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊരു മെമ്മറി അല്ലേ എന്നോർത്ത് അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 100 രൂപയോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഈ നടന്നത് മുഴുവനും, ആക്ച്വലി നടന്ന് കരിഞ്ഞത് മുഴുവനും ഈ റിസോർട്ട് എവിടെയാണെന്ന് തപ്പിയിട്ടുള്ള നടത്തമായിരുന്നു കേട്ടോ. നമുക്ക് കുറേ കഷ്ടപ്പെട്ട്, അതിപ്പോൾ നമ്മളൊരു 11 മണിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ തൊട്ട് നല്ല വെയിലായി തുടങ്ങി. അപ്പോൾ ഞങ്ങളിത് കണ്ടുപിടിച്ച് എത്താനായിട്ട് ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടു. ഞങ്ങൾ കുറേ നടക്കേണ്ടി വന്നു. അങ്ങനെ കുറേ വെയിലൊക്കെ കൊണ്ട് കഴിഞ്ഞാണ് ലാസ്റ്റ് ഞങ്ങൾ റൂമിലെത്തിയത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത റിസോർട്ട് കേട്ടോ, ബ്ലാക്ക് ബീച്ച് റിസോർട്ട്. അപ്പം ചെറിയൊരു റൂം ടൂറാണ് കേട്ടോ ഇത്.
റൂമിൽ കുറേ നേരം ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ആക്ച്വലി നമുക്ക് ഒരു ദിവസം ഒന്നും തികയുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് സമയം പോയതേ അറിഞ്ഞില്ല. പിന്നെ ഒരു 2 മണിക്ക് ശേഷം ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ഗൈസ്, നമ്മളിത് മണി 2:15. ഞങ്ങൾ ഇതുവരെ ഭക്ഷണം കഴിച്ചില്ല. ഞങ്ങളിവിടെ ഹോട്ടലിൽ നിന്ന് ഇപ്പം നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് അതുവഴി ബീച്ച് പോകാനാണ് പ്ലാൻ. ഓക്കെ ഗൈസ്, നമ്മൾ വെള്ളിയാഴ്ചക്കാവ് ഷോപ്പിലാണ് വന്നിരിക്കുന്നത് ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ 1 ഡേ ട്രിപ്പ് ഇത് അവസാനിച്ചിരിക്കുകയാണ്. ഇനിയും ഏറെ ട്രിപ്പുകൾ വരുമെന്ന പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടി തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോവും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.